സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്തായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാർഡ് എന്ത് ഔട്ട്കമ്മിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് കാർഡാണെന്ന് നോക്കാം. നമ്മുടെ സിറ്റുവേഷനായിട്ട് നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടറിയാൻ പറ്റും. ഒരു പെൺകുട്ടി സോഫയുടെ തുറന്നു നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ അടിയിൽ കുറച്ച് കാശ് കാണുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ധനം വരിക, ധനം ചിലവാക്കുന്ന ഒരു എനർജിയുള്ള ഒരു കാർഡാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. പൊതുവേ ഫിനാൻഷ്യലി നമുക്കൊരു ടൈറ്റായിട്ടൊക്കെ നിൽക്കുമ്പോൾ വളരെ നല്ലൊരു കാർഡാണ്. ഇത് നമ്മൾ സൈക്ലിംഗ് എന്ന് പറയും. സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് എന്നൊക്കെ പറയുന്നതാണ്. അതായത് കൃത്യമായിട്ട് കാശ് വരിക, ചിലവാക്കുക എന്നൊക്കെ പറയുന്നൊരു കാർഡാണ്. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടൊരു ധനത്തിനുള്ള സാധ്യതയോ ഒരു സൂചനയോ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ എന്ത് വെല്ലുവിളിയാണ് നമ്മൾ നേരിടാൻ പോകുന്നതെന്നാണ് ഞാൻ രണ്ടാമത് ചോദിച്ചത്. വെല്ലുവിളി എന്ന് പറയുന്നത് ഏസ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. ഏസ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ മെൻ്റൽ ക്ലാരിറ്റി അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക, പുതിയ എന്താ പറയുക ഡയറക്ഷൻസിലേക്ക് പോകേണ്ടി വരിക എന്നുള്ളതാണ്. എപ്പോഴും സോഡ് എന്ന് പറയുന്നത് ചിന്തയുടെ കാർഡാണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആശയവിനിമയം എന്ന് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, പുതിയ ഐഡിയാസ് കിട്ടാതെ ഒരു പക്ഷേ സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പുതുമ കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. എന്തിന് നമുക്ക് ഫോക്കസ് ചെയ്യാം ഇന്ന് കാശ് കിട്ടുകയാണെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ 6 തുടങ്ങിക്കഴിഞ്ഞാൽ അത് രാജാവ് എങ്ങനെയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലോങ് ടേമിലേക്ക് തിങ്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും പണം കിട്ടുമോ എന്നോട് നോക്കിയിട്ട് വൈകുന്നേരം റിപ്പോർട്ട് ചെയ്യുക. പണം കിട്ടുകയോ അല്ലെങ്കിൽ പണത്തിനുള്ള സാധ്യതയോ ആണ് ഈ കാർഡ് വിളിച്ചു പോകുന്നത്. എന്തായാലും താങ്കൾക്ക് എന്നുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഐ വിഷ് യു എ ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.